Turn now to Jeremiah, 9th chapter. യിരെമ്യാവ് 9-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവിൻ. You know, friends, നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, Jeremiah was known as the weeping prophet. യിരെമ്യാവ് ഒരു കരയുന്ന പ്രവാചകനായി അറിയപ്പെട്ടിരുന്നു. He warned the people of the coming captivity. 9-ാം അധ്യായത്തിലെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് ഇപ്പോൾ നോക്കാം. Now we will look into the first few verses of the 9th chapter. 9-ാം അധ്യായത്തിലെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്കിപ്പോൾ നോക്കാം. Oh, that my head were water, ഓ എൻ്റെ തല വെള്ളവും and my eyes a fountain of tears, എൻ്റെ കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ that കൊള്ളായിരുന്നു. I might weep day and night for the slain of the daughter of my people. എൻ്റെ ജനത്തിൻ്റെ നികിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന്. Oh, that I had in the wilderness a lodging place of wayfaring men. മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. That I might leave my people and go from them, for they be all adulterers, an assembly of treacherous men. എൻ്റെ ജനത്തെ വിട്ടു പോയി കളയേണ്ടതിന് അവർ എല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ. They bend their tongues like their bow for lies. അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു. But they are not valiant for the truth upon the earth. അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം കാണിക്കുന്നത്. For they proceed from evil to evil. അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു. And they know not me, said the Lord. അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. So, അതിനാൽ friends, സുഹൃത്തുക്കളെ, have we got an answer for such a situation? ഇതുപോലുള്ള ഒരു അവസ്ഥയ്ക്ക് നമുക്ക് പ്രത്യുത്തരമുണ്ടോ? A situation that is overwhelming us in our നമ്മുടെ കുടുംബങ്ങളിൽ families. നമ്മെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം, A situation where in the place of work you have so much stress that in the evening you bring the devils with you into the house. ജോലി സ്ഥലത്തെ വളരെയേറെ ആയാസം നിമിത്തം വൈകുന്നേരം വീട്ടിലേക്ക് പിശാചുകളെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥ. And when you turn to the newspaper or look at the society around you, നിങ്ങൾ വാർത്താപത്രത്തിലേക്ക് തിരിയുകയോ ചുറ്റുമുള്ള സമുദായത്തെ നോക്കുകയോ ചെയ്താൽ not at all a safe environment. ഒരു ഭദ്രമായ അന്തരീക്ഷമേ ഇല്ല. A dangerous environment. ഒരു അപായകരമായ അന്തരീക്ഷം. You know, friends, നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, I was affected quite a bit by my close relatives. എൻ്റെ അടുത്തുള്ള ചാർച്ചക്കാരാൽ ഞാൻ അത്യന്തം ബാധിക്കപ്പെട്ടു. They taught me some evil. അവർ എന്നെ ചില ദുഷ്കർമ്മങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ But I cannot say there was no evil in എന്നിൽ me. ദോഷമില്ലായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. I responded very much and very quickly to the circumstances and surroundings around me. സാഹചര്യങ്ങൾക്കും ചുറ്റുമുള്ള പരിസ്ഥിതികൾക്കും വളരെയേറെയും പെട്ടെന്നും ഞാൻ പ്രതികരിച്ചു. Now, what is that അത് എന്താണ്? compared to what Jesus യേശു says? പറഞ്ഞത് താരതമ്യപ്പെടുത്തിയാൽ, You are the leaven, like the leaven which a woman puts in 3 measures of meal. The kingdom of God is as leaven. ഒരു സ്ത്രീ 3 പറ മാവിൽ പുളിച്ച മാവ് വെച്ചതുപോലെ നിങ്ങൾ പുളിച്ച മാവ് ആകുന്നു. ദൈവരാജ്യവും പുളിച്ച മാവിനോട് തുല്യമാകുന്നു. And the whole lump was മാവ് leaven. മുഴുവനും പുളിച്ചു. Now, did you have any difficulty
when you prepared your idlis or rice cakes in the morning? രാവിലെ ഇഡ്ഡലി തയ്യാറാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? No. ഇല്ല. You found that what you had ground നിങ്ങൾ അരച്ചു വെച്ച മാവ് was properly നന്നായി leavened. പുളിച്ചിരുന്നു. How did that അത് എങ്ങനെ happen? സംഭവിച്ചു? Did you any eye see? ആരെങ്കിലും അത് കണ്ടോ? No. ഇല്ല. But the whole lump was എന്നാൽ leavened. മാവ് മുഴുവനും പുളിച്ചിരുന്നു. Now, is that happening through your life? നിങ്ങളുടെ ജീവിതത്തിൽ കൂടി അത് സംഭവിക്കുന്നുണ്ടോ? Now, we have been hearing from the Word of God that the heart is desperately wicked. ഹൃദയം എല്ലാറ്റിനേക്കാളും ദോഷമുള്ളതാണെന്ന് നാം ദൈവവചനത്തിൽ കൂടി കേൾക്കുന്നുണ്ട്. Who can know it? ഇത് ആർ അറിയും? See, I didn't know my heart. എന്റെ ഹൃദയം എനിക്ക് അറിയില്ലായിരുന്നു. I was only adding to the evil around me. എന്റെ ചുറ്റുമുള്ള തിന്മയോട് ഞാൻ കൂട്ടിച്ചേർക്കുകയായിരുന്നു. I was putting temptation before others. മറ്റവരുടെ മുൻപിൽ ഞാൻ പ്രലോഭനങ്ങൾ What വയ്ക്കുന്നുണ്ടായിരുന്നു. a terrible thing. To lead others into sin. മറ്റവരെ പാപത്തിലേക്ക് നയിക്കുന്നത് എന്ത് ഭയങ്കരമായ കാര്യമാണ്. What a cursed thing. എന്തൊരു ശപിക്കപ്പെട്ട കാര്യമാണ്. Now, he that winneth souls is wise, says God. ആത്മാക്കളെ ആദായം ചെയ്യുന്നവൻ ജ്ഞാനമുള്ളവനെന്ന് ദൈവം പറയുന്നു. He that winneth a ഒരു sinner പാപിയെ ആദായം ചെയ്യുന്നവൻ turneth a man from evil ദോഷത്തിൽ നിന്നും ഒരു വ്യക്തിയെ തിരിക്കുന്നവൻ and saves him from so much wickedness. വളരെയേറെ ദുഷ്ടതയിൽ നിന്നും അവനെ രക്ഷിക്കുന്നവൻ Saves a soul from hellfire. ഒരു ആത്മാവിനെ നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കുന്നു. Now, what is the work you are നിങ്ങൾ എന്ത് doing? പ്രവൃത്തിയാണ് ചെയ്യുന്നത്? Adding to the sin? പാപത്തോട് കൂട്ടിച്ചേർക്കുകയാണോ? Tempting മറ്റവരെ others? പ്രലോഭിക്കുന്നുണ്ടോ? You know, you can tempt others in various പല വഴികളിൽ ways. നിങ്ങൾക്ക് മറ്റവരെ പ്രലോഭിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? One young man said to ഒരു me, ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, "Oh, one big lawyer's ഓ wife. ഒരു വലിയ വക്കീലിന്റെ ഭാര്യ She has me in her തന്റെ possession." അധീനതയിൽ എന്നെ വെച്ചിരിക്കുന്നു. He came to me for അവൻ prayer. എന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി വന്നു. He said, "Oh, my head, I'm not able to അവൻ പറഞ്ഞു, study. എന്റെ തലയ്ക്ക് എന്തോ ആകുന്നു, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. Somebody has done black magic against ആരോ me. എനിക്ക് വിരോധമായി ക്ഷുദ്രപ്രയോഗം ചെയ്തിട്ടുണ്ട്. My own എന്റെ uncle, സ്വന്തം അമ്മാവൻ, because he is jealous that I am studying in the medical ഞാൻ college." മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതിനാൽ അദ്ദേഹത്തിന് അസൂയയാണ്. Now I prayed for that young ഞാൻ ആ man. ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. I said, "You must not go again to that നീ woman." വീണ്ടും ആ സ്ത്രീയുടെ അടുക്കൽ പോകരുത് എന്ന് ഞാൻ പറഞ്ഞു. And the Lord healed him. പിന്നെ കർത്താവായ യേശു അവനെ സൗഖ്യപ്പെടുത്തി. I really don't know where he is a doctor ഇന്ന് today. അവൻ എവിടെ ഡോക്ടറായി ജോലി ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. But my dear എന്നാൽ friend, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, there are some people, or many people, who lead their own children into sin. ചില ആളുകൾ അല്ലെങ്കിൽ പല ആളുകൾ അവരുടെ സ്വന്തം കുട്ടികളെ പാപത്തിലേക്ക് നയിക്കുന്നു. What a sad എന്തൊരു thing. ദുഃഖകരമായ കാര്യം. A girl said ഒരു to പെൺകുട്ടി me, എന്നോട് പറഞ്ഞു, "My father brought a എന്റെ man അച്ഛൻ ഒരാളെ കൊണ്ടുവന്നു, and he left me with that ആ man." ആളോട് കൂടെ എന്നെ വിട്ടിട്ട് പോയി. One girl said to ഒരു me, പെൺകുട്ടി എന്നോട് പറഞ്ഞു, "All the girls in our ഞങ്ങളുടെ village ഗ്രാമത്തിലെ എല്ലാ പെൺകുട്ടികളും are sent to Bombay ബോംബെക്ക് അയക്കപ്പെടുന്നു to take part in the flesh trade." മാംസ വ്യാപാരത്തിൽ പങ്കെടുക്കാനായി. What? I said, "I never heard such a ഞാൻ thing. പറഞ്ഞു, എന്ത്, ഞാൻ അത്തരത്തിലുള്ള കാര്യം കേട്ടിട്ടില്ലല്ലോ. That village of yours must be changed." നിങ്ങളുടേതായ ആ ഗ്രാമം മാറ്റപ്പെടണം. But you know, my dear എന്നാൽ friends, നിങ്ങൾക്ക് അറിയാമോ എന്റെ പ്രിയ this സുഹൃത്തുക്കളെ, is a very old ഇത് thing. പണ്ടേയുള്ള ഒരു കാര്യമാണ്. Around the temples,
അമ്പലങ്ങളുടെ ചുറ്റുവട്ടത്തിലും And the big streets used to be called the prostitute street. ചില വലിയ തെരുവുകൾ വേശ്യ തെരുവുകൾ എന്ന് പറയപ്പെടുമായിരുന്നു. One day when I was a boy of 13 13 years, വയസ്സായ ബാലനായി ഞാൻ ഇരുന്നപ്പോൾ ഒരു ദിവസം I was visiting Andhra ഞാൻ Pradesh, ആന്ധ്രാപ്രദേശ് സന്ദർശിക്കുകയായിരുന്നു. and some young men ചില said, ചെറുപ്പക്കാർ പറഞ്ഞു, "Come on, ride on this ഈ bicycle. സൈക്കിൾ ഒന്ന് ഓടിച്ചു നോക്കൂ. Now let us see you ride through this ഈ street." തെരുവിൽ കൂടി നീ ഓടിച്ചു പോകുന്നത് ഞങ്ങൾ കാണട്ടെ. I didn't know what street it അത് ഏത് was. തെരുവ് ആയിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. Those fellows were ആ laughing. യുവാക്കൾ ചിരിക്കുകയായിരുന്നു. It was dark. ഇരുട്ടി പോയിരുന്നു. And later I thought, പിന്നീട് ഞാൻ ചിന്തിച്ചു, why did those young men make me ride my bicycle through this street? എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ എന്നെ ഈ തെരുവിൽ കൂടി എന്റെ സൈക്കിൾ ഓടിക്കുവാൻ നിർബന്ധിച്ചത്? Is it not because this was the prostitute ഇത് street? വേശ്യ തെരുവ് ആയിരുന്നതിനാലല്ലേ? I don't know the condition of your city. നിങ്ങളുടെ പട്ടണത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. But- എന്നാൽ I know people from what they told me. ആളുകൾ പറയുന്നതിൽ നിന്നും എനിക്ക് അവരെ മനസ്സിലാകുന്നു. I have my wife and family, എനിക്ക് എന്റെ ഭാര്യയും കുടുംബവും but ഉണ്ട്. I have another woman എന്നാൽ there. എനിക്ക് വേറൊരു സ്ത്രീ അവിടെ ഉണ്ട്. One pastor told ഒരു me, പാസ്റ്റർ എന്നോട് പറഞ്ഞു, some of the leaders and deacons in my എന്റെ church, സഭയിലെ ചില നേതാക്കന്മാരും ശുശ്രൂഷകന്മാരും they have two അവർക്ക് wives. 2 ഭാര്യമാരുണ്ട്. My dear എന്റെ പ്രിയ friends, സുഹൃത്തുക്കളെ, this has become a thing which has come down through the ages. യുഗങ്ങളായി താഴേക്ക് വന്നിരിക്കുന്ന കാര്യമാണിത്. But എന്നാൽ the Lord Jesus gives you holiness. കർത്താവായ യേശു നിങ്ങൾക്ക് വിശുദ്ധി നൽകുന്നു. You know, young people have told me, young men have told me, നിങ്ങൾക്കറിയാമോ, ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, my എന്റെ father അച്ഛൻ has lived like ഇങ്ങനെ this, ജീവിച്ചിരുന്നു. and I learned sin from my എന്റെ father. അച്ഛനിൽ നിന്നാണ് ഞാൻ പാപം ചെയ്യാൻ പഠിച്ചത്. What a cursed എന്തൊരു thing. ശാപകരമായ കാര്യം. I have 3 boys. എനിക്ക് 3 ആൺകുട്ടികളുണ്ട്. If I ever hear an accusation that they heard me speak a ഞാൻ lie, നുണ പറഞ്ഞു എന്നുള്ള കുറ്റാരോപണം എപ്പോഴെങ്കിലും കേട്ടാൽ I cannot bear it. എനിക്കത് സഹിക്കാൻ പറ്റില്ല. If they had seen me do some evil thing, ഞാൻ എന്തെങ്കിലും ദോഷാകൃതം ചെയ്യുന്നത് അവർ കണ്ടിരുന്നുവെങ്കിൽ, if they ever said, we learnt this evil thing from my ഈ father, തിന്മയായ കാര്യം ഞങ്ങളുടെ അച്ഛനിൽ നിന്നാണ് ഞങ്ങൾ പഠിച്ചത് എന്ന് അവർ എപ്പോഴെങ്കിലും പറഞ്ഞാൽ, oh my dear friends, I would ഓ tell എന്റെ you, പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറയുമായിരുന്നു, it would be a most grievous thing to me. എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമായിരിക്കും അത്. Now, what do you want to give to your നിങ്ങളുടെ children? മക്കൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്? The Lord Jesus gives you a new കർത്താവായ heart യേശു നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകുന്നു, and a clean, straight life. ഒരു വെടിപ്പുള്ള നേരായ ജീവിതവും. Here, the prophet is mourning for this ഇവിടെ ഈ people. പ്രവാചകൻ ഈ ജനങ്ങൾക്കായി വിലപിക്കുകയാണ്. He says, അവൻ പറയുന്നു, they are all living in this low ഈ level, താഴ്ന്ന നിലവാരത്തിലാണ് ഇവർ എല്ലാവരും ജീവിക്കുന്നത്, in an adulterous ഒരു level. വ്യഭിചാര നിലവാരത്തിൽ. Today, ഇന്ന് when we look at the newspaper, വാർത്താപത്രം നാം നോക്കുമ്പോൾ you will find so many pictures പല there ചിത്രങ്ങളും നിങ്ങൾ അവിടെ കാണും. with women half exposing പകുതി themselves. ശരീരം പ്രദർശിപ്പിക്കുന്ന സ്ത്രീകളുമായി. Now, if you turn to the television, ടെലിവിഷനിലേക്ക് തിരിഞ്ഞാൽ oh, the same thing, you see nothing but അത് this. തന്നെ പിന്നെയും നിങ്ങൾ കാണുന്നു.
Does it make your son a clean boy? നിങ്ങളുടെ മകനെ അത് ശുദ്ധിയുള്ള ഒരു പയ്യനാക്കുമോ? Do you want your daughter also to live like those Bollywood girls? നിങ്ങളുടെ മകൾ ആ ബോളിവുഡ് പെൺകുട്ടികളെ പോലെ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? But എന്നാൽ how do you stop it? നിങ്ങൾ അത് എങ്ങനെ നിർത്തും? You know, my friends, നിങ്ങൾക്കറിയാമോ എന്റെ സുഹൃത്തുക്കളെ, when I went to college as a teenager, കൗമാര പ്രായത്തിൽ ഞാൻ കോളേജിൽ പോയപ്പോൾ this having a new heart, being converted was a new thing. പുതിയ ഹൃദയം പ്രാപിക്കുന്നതും രക്ഷിക്കപ്പെടുന്നതും ഒക്കെ ഒരു പുതിയ കാര്യമായിരുന്നു. Nobody knew it. ആർക്കും അറിയില്ലായിരുന്നു. They had organizations, they had youth camps, അവർക്ക് സംഘടനകൾ ഉണ്ടായിരുന്നു, അവർക്ക് യുവജന ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. and most of it was love affairs. Boys and girls getting together. അതിൽ കൂടുതലും പ്രേമബന്ധങ്ങളായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചു കൂടി വരുന്നു. Today, ഇന്ന് we have got a situation where there is so much abortion. വളരെയേറെ അബോർഷൻ നടക്കുന്ന ചുറ്റുപാടാണ് നമുക്കുള്ളത്. Yesterday, ഇന്നലെ I failed to mention one word. ഞാനൊരു വാക്ക് സൂചിപ്പിക്കുവാൻ വിട്ടുപോയി. Some of you may have noticed it. നിങ്ങളിൽ ചിലർ അത് ശ്രദ്ധിച്ചു കാണും. John 8th യോഹന്നാൻ chapter 8-ാം അധ്യായം and the 44th verse. 44-ാം വാക്യം. I was quoting this scripture, ഞാൻ ആ വേദഭാഗം ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു, but I didn't quote it എന്നാൽ ഞാൻ അത് accurately. കൃത്യമായി ഉദ്ധരിച്ചില്ല. 44th verse. 44-ാം വാക്യം, John 8:44. യോഹന്നാൻ 8-ന്റെ 44. You are of your father the നിങ്ങൾ devil, പിശാചെന്ന പിതാവിന്റെ മക്കൾ, and the lusts of your father you will do. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. He was a murderer from the അവൻ beginning. ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. Later on it പിന്നീട് says, അവിടെ പറയുന്നത്, when he speaketh a lie, he speaketh of his own, for he is a അവൻ liar. ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനാകുന്നു. I did not mention murderer. കൊലപാതകൻ എന്ന് ഞാൻ എടുത്തു പറഞ്ഞില്ല. You know, when we go to the word of നാം God, ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ we must know that it's an X-ray അത് ഒരു picture. എക്സ്റേ പടമാണെന്ന് നാം അറിഞ്ഞിരിക്കണം. If you miss something അതിൽ there, നിന്നും നിങ്ങൾ എന്തെങ്കിലും വിട്ടുകളഞ്ഞാൽ it is a serious അത് matter. ഒരു ഗൗരവമായ കാര്യമാണ്. He was a murderer from the ആദ്യം മുതൽ അവൻ beginning. കൊലപാതകനായിരുന്നു. So, അതിനാൽ murder has come into the hearts of people. മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കൊലപാതകം വന്നിരിക്കുന്നു. One girl began to weep loudly in one of my എന്റെ meetings. ഒരു യോഗത്തിൽ ഒരു പെൺകുട്ടി വളരെ ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി. She was a beautiful girl of some 17 or 17 18. 18 വയസ്സുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അവൾ. What did she അവൾ എന്താണ് say? പറഞ്ഞത്? 2 or 3 abortions I have 2-3 had. പ്രാവശ്യം ഞാൻ അബോർഷൻ ചെയ്തു. Today, ഇന്ന് if you go to any rickshaw, man, auto rickshaw or any rickshaw, നിങ്ങൾ ഏതെങ്കിലും ഓട്ടോക്കാരന്റെ അടുക്കൽ ചെന്ന് take me to the doctor who does abortion. അബോർഷൻ ചെയ്യുന്ന ഡോക്ടറുടെ അടുക്കൽ എന്നെ കൊണ്ടുപോകൂ എന്ന് He പറഞ്ഞാൽ will take you straight. അയാൾ നിങ്ങളെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. Some lady doctors, men ചില doctors, ഡോക്ടർമാർ they are making money through murder. കൊലപാതകത്തിൽ കൂടി പണം സമ്പാദിക്കുന്നു. They are of their father, the അവർ devil. പിശാചെന്ന പിതാവിന്റെ മക്കൾ. And the Bible says also, വേദപുസ്തകം ഇങ്ങനെയും പറയുന്നു, everyone that hateth his brother is a murderer. തന്റെ സഹോദരനെ പൈകുന്നവർ എല്ലാവരും കൊലപാതകന്മാരാണ്. Now, murder has become a very, very normal way of life. കൊലപാതകം വളരെ വളരെ സാമാന്യ ജീവിത ശൈലിയായി മാറിയിരിക്കുകയാണ്. You know, when elections come, നിങ്ങൾക്കറിയാമോ, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ
All right. ശരി, We'll have a debate. നമുക്കൊരു വിവാദം വയ്ക്കാം. How to rule this state. എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ ഭരിക്കേണ്ടത് എന്ന് അറിയാൻ. All right, you come up with your ideas. നിങ്ങളുടെ ആശയങ്ങളുമായി നിങ്ങൾ വരൂ. And I come up with my ideas. എന്റെ ആശയങ്ങളുമായി ഞാൻ വരാം. Now that is അതാണ് democracy. ജനാധിപത്യം. Not hiring some people to kill your opponent. നിങ്ങളുടെ എതിരാളിയെ കൊല്ലാൻ ചില ആളുകളെ നിയമിക്കുന്നതല്ല. What do I see? ഞാൻ എന്താണ് കാണുന്നത്? Killing. കൊലപാതകം. Some of those women who come to my എന്റെ meetings, യോഗങ്ങൾക്ക് വരുന്ന ചില സ്ത്രീകൾ they say my son is the MLA അവർ here പറയും എന്റെ മകൻ ഇവിടെ MLA ആണ് or MP അല്ലെങ്കിൽ ഇവിടെ here, MP ആണ്, but his life is in danger. എന്നാൽ അവന്റെ ജീവൻ അപായത്തിലാണ്. Please pray. ദയവായി പ്രാർത്ഥിക്കൂ. What? എന്ത്? Because you have an intelligent നിങ്ങൾക്കൊരു idea, ബുദ്ധിയുള്ള ആശയമുള്ളതിനാൽ, because you want to lift the ആളുകളെ people, ഉയർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ you say നിങ്ങൾ പറയുന്നു you want to kill that ആ person. വ്യക്തിയെ നിങ്ങൾക്ക് കൊല്ലണമെന്ന്. You want crooks to rule over you, തന്ത്രശാലികൾ നിങ്ങളെ ഭരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, murderers to rule over you. കൊലപാതകികൾ നിങ്ങളെ ഭരിക്കുവാൻ. So അതിനാൽ the prophet here is weeping. പ്രവാചകൻ ഇവിടെ കരയുന്നു. They're all that treacherous അവർ people. എല്ലാവരും ദ്രോഹികളുടെ കൂട്ടമാണ്. Treacherous people. ദ്രോഹികളുടെ കൂട്ടം. And trust not in any neighbor, says the next verse. നിങ്ങൾ ഓരോരുത്തരും താൻ താന്റെ കൂട്ടുകാരനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. What is ഇത് this? എന്താണ്? The Bible says, വേദപുസ്തകം പറയുന്നു love your neighbor. നിങ്ങളുടെ കൂട്ടുകാരനെ സ്നേഹിപ്പിൻ. You know, my dear friends, I'm a നിങ്ങൾക്കറിയാമോ traveler. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഒരു യാത്രക്കാരനാണ്. And for many, many years, I have traveled from country to പല country. വർഷങ്ങളായി ഞാൻ ദേശങ്ങളായി സഞ്ചരിച്ചിട്ടുണ്ട്. But I never lock my suitcase. എന്നാൽ ഞാൻ എന്റെ സൂട്ട് കേസ് പൂട്ടാറില്ല. I say, if anybody wants to take something, let them take it. ആർക്കെങ്കിലും എന്തെങ്കിലും എടുക്കണമെങ്കിൽ അവർ അത് എടുത്തുകൊള്ളട്ടെ. But I can't be searching for keys and then locking it, unlocking it. No, I don't have gold in this box. താക്കോൽ തപ്പുകയും പൂട്ടുകയും തുറക്കുകയും ഒക്കെ ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്റെ പെട്ടിയിൽ സ്വർണമില്ല. Simple. ലളിതം. I can, so I have never carried keys in my pocket. എന്റെ പോക്കറ്റിൽ ഞാൻ ഒരിക്കലും താക്കോലുകൾ കൊണ്ട് നടന്നിട്ടില്ല. Why should you see? Because I am not afraid. എന്തിനെ എടുക്കണം? എനിക്ക് ഭയമില്ല. I don't have much money. അധികം പണം എന്റെ കയ്യിലില്ല. And people, murderers, thieves who come to me, എന്റെ അടുക്കൽ വരുന്ന കൊലപാതകികളും കള്ളന്മാരും they come to return bribes. തങ്ങളുടെ കൈക്കൂലികൾ തിരികെ കൊടുക്കാനായിട്ടാണ് അവർ Please വരുന്നത്. give this money to poor people. ദയവായി ഈ പണം നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കൂ. When Jesus comes, യേശു വരുമ്പോൾ you have a giver's heart. നിങ്ങൾക്കൊരു കൊടുക്കുന്ന ഹൃദയം You have a ഉണ്ടായിരിക്കും. missionary heart. നിങ്ങൾക്കൊരു മിഷണറി ഹൃദയം You have ഉണ്ടായിരിക്കും. a heart that weeps for others. മറ്റവർക്കായി കരയുന്ന ഹൃദയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. I cannot bear to hear the sorrows of people. മനുഷ്യരുടെ ദുഃഖം എനിക്ക് കേൾക്കാൻ പറ്റില്ല. And they call all gurus and all kinds of magicians. എല്ലാ ഗുരുക്കളെയും എല്ലാത്തരം മന്ത്രവാദികളെയും അവർ They വിളിക്കുന്നു. go to so many places of pilgrimage. പല പല തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നു. And one woman wrote to me, ഒരു സ്ത്രീ എനിക്ക് എഴുതി, my sister sits, she is a brilliant girl, എന്റെ സഹോദരി ഒരു മിടുക്കിയായ പെൺകുട്ടിയാണ്, but something went wrong എന്നാൽ എന്തോ തെറ്റ് സംഭവിച്ചു. and she won't do anything. She will sit with her melancholy, അവൾ ഒന്നും ചെയ്യില്ല. അവൾ അവളുടെ വിഷാദത്തോടെ ഇരിക്കും. barely eats. കഷ്ടിച്ച് ഭക്ഷണം കഴിക്കുന്നു. Oh, when I hear such
things written to me. ഓ, ഞാൻ ഈ വക പലതും കേൾക്കുമ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റില്ല. I say, ഞാൻ പറയും, the Lord Jesus has healed so many like that. കർത്താവായ യേശു ഇതുപോലുള്ള അനേകരെ Why സൗഖ്യമാക്കിയിട്ടുണ്ട്. should a young life be destroyed? എന്തിനു ഒരു യുവജീവിതം നശിക്കണം? My dear people, എന്റെ പ്രിയപ്പെട്ടവരെ, God has great things for you. ദൈവം നിങ്ങൾക്കായി വലിയ കാര്യങ്ങൾ Let വെച്ചിരിക്കുന്നു. us pray. നമുക്ക് പ്രാർത്ഥിക്കാം.